Debate with Dr. Arun Kumar. മണ്ണ് ചുവപ്പിച്ച് മനം ചുവപ്പിച്ച് കൊല്ലത്ത് CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് ചെങ്കുടിയേറി. പ്രത്യയശാസ്ത്ര പിടിവാശി വിട്ട് പ്രായോഗികതയിലൂന്നി 2022 എറണാകുളത്ത് പിണറായി അവതരിപ്പിച്ച നവകേരളത്തിനുള്ള പാർട്ടി കാഴ്ചപ്പാടിന്റെ രാഷ്ട്രീയ രേഖയുടെ തുടർച്ചയായി നവകേരളത്തിന്റെ പുതുവഴികൾ ഇന്ന് പിണറായി അവതരിപ്പിച്ചു. വൻകിട പദ്ധതികൾക്കുള്ള മൂലധന നിക്ഷേപത്തിന് പാർട്ടി പച്ചക്കൊടി കാട്ടുന്നു. ഒപ്പം അടിസ്ഥാന വിഭാഗത്തെയും മധ്യവർഗ വിഭാഗത്തെയും ഒരേപോലെ കരുതുന്ന ഒരു രാഷ്ട്രീയ രേഖയായി അത് പരിണമിക്കുന്നു. ക്ഷേമ പദ്ധതികൾക്കൊപ്പം വൻകിട വികസന പദ്ധതികൾക്ക് ഊന്നൽ നൽകിയുള്ള നവകേരളത്തിന്റെ പുതുവഴികൾ പാർട്ടി തേടുമ്പോൾ ചോദ്യം ഇതാണ്: വൈകിയെത്തിയ മാറ്റം. അതിഥികളായി നമുക്കൊപ്പം CPM പ്രതിനിധി VPP മുസ്തഫ, CMP പ്രതിനിധി CP ജോൺ, BJP പ്രതിനിധി ശ്രീ പത്മനാഭൻ, രാഷ്ട്രീയ നിരീക്ഷകൻ NM Pearson എന്നിവരാണ്. ആദ്യം VPP മുസ്തഫയിലേക്ക്. VPP മുസ്തഫ, ആദ്യമേ തന്നെ പറയട്ടെ, ഈ നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന രാഷ്ട്രീയ രേഖ പൂർണ്ണമായും ഞാൻ വായിച്ചിട്ടില്ല. പാർട്ടി സെക്രട്ടറി പറഞ്ഞ അറിവും ഞങ്ങളുടെ സോഴ്സിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച അറിവും മാത്രമേ ഉള്ളൂ. അതിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ പുതിയ വഴികൾ എന്ന് പറയുന്നത് 2022 എറണാകുളത്ത് അവതരിപ്പിച്ച രാഷ്ട്രീയ രേഖയുടെ തുടർച്ചയായിട്ട് മനസ്സിലാക്കുന്നു. ക്ഷേമ പദ്ധതികളും അടിസ്ഥാന പദ്ധതികളും മാത്രമല്ല, പശ്ചാത്തല വികസനവും വൻകിട സംരംഭങ്ങളുമാവാം. വിദേശ നിക്ഷേപവും സ്വകാര്യ പങ്കാളിത്തത്തിനും കൃത്യമായി ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പുതുവഴിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയ രേഖ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു വൈകിയ മാറ്റമാണോ? ഉമ്മൻചാണ്ടി സർക്കാരിനു ശേഷം 2016 തന്നെ, അഥവാ 2015 പാർട്ടി സമ്മേളനത്തിൽ തന്നെ ഇത്തരമൊരു പുതുവഴി നമ്മൾ തേടിയിരുന്നെങ്കിൽ ഒരു 10 വർഷം നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നല്ലോ അല്ലേ? താങ്കൾ സൂചിപ്പിച്ചതുപോലെ നവകേരള വികസന രേഖ ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പരിഗണനയിലാണുള്ളത്. സംസ്ഥാന സമ്മേളന പ്രതിനിധികൾ മാത്രമേ ഇപ്പോൾ അത് കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളൂ. വേറെ പുറത്താരും അത് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. അതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു പൊതു വീക്ഷണം സംസ്ഥാന സെക്രട്ടറി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ് ആധികാരികമായിട്ട് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള വിവരം. CPIM വളരെ കൃത്യമായിട്ട് തന്നെയാണ് പുതിയ കാലത്തിൻ്റെയും പുതിയ ലോകത്തിൻ്റെയും പരിസരത്തിൽ എങ്ങനെയാണ് ഒരു പുതിയ കേരളത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ള വലിയ ദൗത്യം ചുമതല ഏറ്റെടുക്കുന്നത്. അത് ഇപ്പോൾ ഈ 2025-ലോ 2016-ലോ CPIM-നുണ്ടായ ഒരു വൈകി ഉദിച്ച ബുദ്ധിയൊന്നുമല്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടക്കം മുതൽ കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചും ഭാവി കേരളത്തെ രൂപപ്പെടുത്തുന്നത് സംബന്ധിച്ചും വളരെ കൃത്യമായ ശരിയായ നിലപാട് സ്വീകരിച്ചു വന്നിട്ടുള്ളവരാണ്. അതൊരുപക്ഷെ ഐക്യ കേരള രൂപീകരണത്തിന് മുമ്പേ തന്നെ അത്തരം നിലപാടും കാഴ്ചപ്പാടും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ എല്ലാ കാലത്തെയും നേതൃത്വം. 1939 അന്ന് നമ്മൾ ഐക്യ കേരളമില്ല. മലബാറിലെ കുടിയാന്മാരുടെ പ്രശ്നത്തെ സംബന്ധിച്ച് അന്ന് മലബാർ ഉൾപ്പെട്ടിരുന്ന മദിരാശി സംസ്ഥാനം ഒരു ടെനൻസി എൻക്വയറി കമ്മിറ്റിയെ നിയോഗിക്കുകയുണ്ടായി. ആ കമ്മിറ്റി അന്നത്തെ കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള മദ്രാസ് ഗവൺമെൻറ് നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ് മലബാറിലെ കുടിയാന്മാരുടെ പ്രശ്നമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. അവർ ഒരു ജന്മിപക്ഷ റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ ജന്മിവർഗത്തിൽ ജനിക്കുകയും എന്നാൽ ഇടതുപക്ഷക്കാരനായി മാറുകയും ചെയ്ത സഖാവ് EMS ആ കുടിയായ്മ കമ്മിറ്റി റിപ്പോർട്ടിന് എതിരായിട്ട് നൽകിയ ഒരു വിയോജനക്കുറിപ്പുണ്ട്. അതൊരു അമൂല്യമായ ചരിത്ര രേഖയാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച്, ഭാവി കേരളത്തെ സംബന്ധിച്ച് അക്കാലത്ത് തന്നെ ഇടതുപക്ഷക്കാർക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും കൃത്യമായ രേഖയാണ്. 1956 നവംബറിലാണ് ഐക്യ കേരളം യാഥാർത്ഥ്യമാകുന്നത്. എന്നാൽ 56 ജൂണിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യേക സമ്മേളനം തൃശ്ശൂരിൽ വെച്ച് നടക്കുകയുണ്ടായി. ആ സമ്മേളനം അംഗീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയങ്ങളിലൊന്ന് ആസന്നമായി രൂപപ്പെടാൻ വേണ്ടി പോകുന്ന ഭാവി കേരളത്തിൻ്റെ രൂപീകരണത്തെ സംബന്ധിച്ച്, അതിൻ്റെ വികസനത്തെ സംബന്ധിച്ചുള്ള ഒരു അടിസ്ഥാന നിലപാടാണ്. എങ്ങനെയാണ് ഒരു ഐക്യ കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാടിൽ രൂപപ്പെടുത്താം. അതാണ് 56 ജൂണിലെ ഈ സമ്മേളനം അവതരിപ്പിച്ച രേഖയാണ് 57 ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകടന പത്രികയുടെ പ്രധാനപ്പെട്ട ഉള്ളടക്കമായിട്ട് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഐക്യ കേരള രൂപീകരണത്തിന് മുമ്പും ഐക്യ കേരളത്തിൻ്റെ രൂപീകരണ ഘട്ടത്തിലുമെല്ലാം തന്നെ വികസനത്തെ സംബന്ധിച്ച്
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാടിനനുസൃതമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. ആ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയിൽ തന്നെയാണ് എറണാകുളത്ത് നടന്ന 3 വർഷം മുമ്പ് നടന്ന കഴിഞ്ഞ പാർട്ടി സംസ്ഥാന സമ്മേളനം നവകേരള വികസന രേഖ അംഗീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പരിശോധനയും വിപുലീകരണവുമാണ് ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസിൽ ആ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച നവകേരള വികസന കാഴ്ചപ്പാട് എന്ന രേഖയുടെ അവലോകനവും പുതിയ സാഹചര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങളുമായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിൽ ഒരു അമാന്തമോ ഒരു 10 വർഷം പിന്നോട്ട് പോക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. 2022 പിണറായി വിജയൻ അവതരിപ്പിച്ച രാഷ്ട്രീയ രേഖയായിരുന്നു നവകേരളത്തിനുള്ള പാർട്ടിയുടെ കാഴ്ചപ്പാടുകൾ. അതിലാണ് ഈ സ്വകാര്യ മൂലധന നിക്ഷേപം വിദ്യാഭ്യാസ മേഖലയിൽ അവതരിപ്പിക്കുന്നതടക്കം അതിൽ തന്നെ വിദേശ മൂലധന നിക്ഷേപം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവുന്നു. വൻകിട പദ്ധതികൾ കൂടുതൽ വരണം എന്ന മട്ടിലുള്ള നിക്ഷേപ സൗഹൃദമാക്കി കേരളം മാറ്റണം എന്ന തരത്തിലുള്ള ആഹ്വാനം ഉണ്ടാവുന്നു. ഇത് സംഭവിക്കുന്നത് 2022 എറണാകുളത്തെ പാർട്ടി സമ്മേളനത്തിലാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയ രേഖ. 2 ഭാഗങ്ങളുണ്ട്, 6 ഭാഗങ്ങളുണ്ട് എന്ന് പറയുന്നു. അതിലൊരു ഭാഗം അതിൻ്റെ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നിടത്ത് മതേതരത്വത്തെക്കുറിച്ചും കോർപ്പറേറ്റിൻ്റെയും ബദലായി കേരളത്തെ വളർത്തിയെടുക്കാൻ സാധിച്ചു ഇടതുമുന്നണി സർക്കാരിന് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. മതേതരത്വത്തിന് അതേപോലെ തന്നെ വികസനത്തിന് ഒരു ബദലാണ്, കോർപ്പറേറ്റിന് ബദലായി ഒരു ബദൽ വികസന മാതൃക കേരളത്തിൽ സൃഷ്ടിച്ചു. ഹിന്ദുത്വത്തിനെതിരായി ഒരു ബദൽ മതേതരത്വ മാതൃക കേരളത്തിൽ സൃഷ്ടിച്ചു എന്നാണ് ഈ നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന രാഷ്ട്രീയ രേഖയുടെ അവകാശം. അതാണ് പാർട്ടി സെക്രട്ടറി അല്പസമയം മുമ്പ് പ്രകടിപ്പിച്ചതും. CP ജോൺ, ഈ തിരിച്ചറിവുകൾ വല്ലാതെ വൈകിയാണോ കേരളത്തിൽ സംഭവിക്കുന്നത് എന്നതാണ് ചോദ്യം. ഈ തിരിച്ചറിവുകളുടെ സമയം വാച്ചിൽ നോക്കുക എന്നുള്ളതല്ല, ഇതൊരു രാഷ്ട്രീയമാണ്. CPM-ന്റെ പ്രതിനിധിയായിട്ട് ഇന്നിവിടെ സംസാരിച്ച മുസ്തഫ, അദ്ദേഹം 39-ലേക്കൊക്കെ മടങ്ങി. അത്രയും പോണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം കൃത്യമായിട്ടൊരു രേഖയെക്കുറിച്ച് പറഞ്ഞ 56-ലെ രേഖയാണ്. ആ രേഖ പലപ്പോഴും പറയാറുണ്ട് അച്യുത മേനോനാണ് ഡ്രാഫ്റ്റ് ചെയ്തത്, ബാക്കി ആരും കണ്ടിട്ടില്ല എന്നല്ല. ഐശ്വര്യ കേരളം കെട്ടിപ്പടുക്കാനുള്ള പരിപാടിയാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള രേഖ. ആ രേഖ CPI-യുടെ രേഖയാണ്, CPI-M-ന്റെ രേഖയല്ല. അതിനുശേഷം 58-59 കാലത്ത് അമൃത്സറിൽ ഒരു പ്രത്യേക പാർട്ടി കോൺഗ്രസ് ചേർന്നു. ആ പാർട്ടി കോൺഗ്രസിൽ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെന്ന പോലെ ഇന്ത്യയിലാകെ അധികാരത്തിൽ വന്നാലും വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. ചെങ്കോട്ടയിലും ചെങ്കൊടി മാറും ഞാൻ വിളിച്ചിട്ടുണ്ട്, ചെറിയ കുട്ടിയായിരിക്കും, അത് തെറ്റൊന്നുമല്ല. 10% വോട്ടുണ്ടായിരുന്നു 62-ൽ. ആ സമയത്ത് ഞങ്ങൾ മറ്റു പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കുമെന്ന് അമൃത്സറിലെ പ്രത്യേക CPI-യുടെ പാർട്ടി കോൺഗ്രസ് പറഞ്ഞു. പക്ഷേ 64-ലേക്ക് എത്തിയപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനത്തിൽപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ചും അല്ലാതെയും നമ്മുടേതായിട്ടുള്ള ഉഷാറിൻ്റെ അടിസ്ഥാനത്തിലും BTR സുന്ദരയ്യ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇത് കറകളഞ്ഞ റിവിഷനിസമാണ്, ഇത് ബലം പ്രയോഗിച്ച വിപ്ലവമല്ലാതെ ഇന്ത്യയിൽ സാധിക്കില്ല, അതുകൊണ്ട് ഡാങ്കെയും അജയ് ഘോഷും അതുപോലെ തന്നെ PC ജോഷിയും എല്ലാം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു റിവിഷനിസ്റ്റ് നയമാണ്. അത് നെഹ്റുവിൻ്റെ വാലായി മാറുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും നെഹ്റുവിനെ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ CPI-M ആയി മാറിയ കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് നെഹ്റു ഒരു ചതുർത്ഥിയായിരുന്നു. മൂവാറ്റുപുഴയിൽ നടന്ന ASF-ന്റെ സമ്മേളനത്തിൽ എല്ലാവരും ഉണ്ടല്ലോ, 2 കൂട്ടരുണ്ട്. നെഹ്റുവിൻ്റെ അനുശോചന പ്രമേയം പാസ്സാക്കാൻ സമ്മതിച്ചില്ല. അതാരാന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. കാരണം നെഹ്റു മരിച്ചാലും നമുക്ക് യാതൊരു ദുഃഖവും ഇല്ല. അപ്പം നെഹ്റുവുമായി ചേരുക എന്ന, അല്ലെങ്കിൽ വെറുതെ ചേരുകയല്ല, കൃത്യമായ പരിപാടി അടിസ്ഥാനത്തിൽ സ്റ്റാലിൻ എല്ലാവരും കുറ്റം പറയുമെങ്കിലും 51-ലെ നയപ്രഖ്യാപനത്തിൻ്റെ പ്രൊഡക്റ്റാണ് 56-ൽ അദ്ദേഹം പറഞ്ഞ രേഖ. പക്ഷെ 64 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർപ്പുണ്ടായതോടുകൂടി ഇത്തരം അഭിപ്രായം പറയുന്നവർക്ക് റിവിഷനിസ്റ്റുകളും വിപ്ലവ വിരുദ്ധരുമാണ് എന്ന് പറഞ്ഞ് പാർട്ടിയെ കൊടുമ്പിരി കൊള്ളിച്ചു. അതിലൊക്കെ വലിയ മഹാന്മാരായ ആളുകളുണ്ടായിരുന്നു. അവരെയൊന്നും വ്യക്തിപരമായിട്ട് ഞാൻ കുറ്റം പറയല്ല, ഞാൻ ഹിസ്റ്ററി പറയുകയാണ്. ഈ കൊടുമ്പിരി കയറി 68 നക്സലൈറ്റുകൾ പറഞ്ഞു, നിങ്ങൾ 64-ൽ എന്തിനാണോ പിരിഞ്ഞ് അത് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് വിപ്ലവം നടത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം
മാർക്സിസ്റ്റ് പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറികൾ, CPM CPIയിലല്ല പൊട്ടിത്തെറികളുണ്ടായി, CPM രൂപീകരിക്കപ്പെട്ടു. പക്ഷെ CPI-MLന്റെ രാഷ്ട്രീയ നയം തള്ളിക്കളഞ്ഞുവെങ്കിൽ പോലും ഫലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പാർട്ടിയായിട്ട് മാറുകയായിരുന്നു. അതാണ് ശരിയും, ഞാനതിനെ കുറ്റപ്പെടുത്തുകയല്ല. അതിനുശേഷം അടിയന്തരാവസ്ഥ വന്നപ്പോൾ CPI അപ്പുറത്തേക്ക് പോയി, കോൺഗ്രസിൻ്റെ കൂടെ നിന്നത് CPM എടുത്ത ശരിയായിട്ടുള്ള സ്റ്റാൻഡായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള നിലപാട്. നെക്സ്റ്റായിട്ടുള്ളത് തന്നെയാണ് എടുത്തത്. ഇതെല്ലാം കടന്നുപോയി. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് എന്തിനു പറയുന്നു, 77-78 കാലത്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നിലപാടെടുത്തു. ഉടനെ ഞങ്ങൾ പറഞ്ഞ വരും നടക്കില്ല, തെറ്റായിപ്പോയി. മാവോസേത്തും പറഞ്ഞതുപോലും തെറ്റായിപ്പോയി. മാവോസേത്തും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു രേഖ തന്നെയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡെങ് സിയാവോപിങ് ഒരു കൃത്യമായ രേഖ മുന്നോട്ട് വെച്ച് അതിൻ്റെ ലളിതമായ കർഷകർക്ക് മനസ്സിലാവുന്ന ഭാഷയാണ് പൂച്ച കറുത്താലും വെളുത്താലും എലിയെ പിടിക്കണം. അപ്പം ക്യാപിറ്റലും ലേബറും തമ്മിലുള്ള സംയോജനം ഉണ്ടാക്കുക വഴി 150 കൊല്ലയുള്ളൂ. ഇന്ന് ചൈന ഒരു വികസിത രാജ്യമായി മാറി. ട്രംപ് പോലും അതിനെ പേടിക്കുന്നു. എന്തുകൊണ്ട്? 70കളുടെ അവസാനം മുതൽ മാവോയുടെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കാലോചിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡെങ് സിയാവോപിങ് കൊണ്ടുവന്ന നയം ചൈന നടപ്പാക്കിയതുകൊണ്ട്. പക്ഷേ ജനാധിപത്യം ഇല്ല, ഡെമോക്രാറ്റിക് ഡെഫിസിറ്റ് ഉണ്ട്. അത് ഞാൻ കൃത്യമായി വിമർശിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും CPMന് ബാധകമായിരുന്നില്ല. CPM വീണ്ടും അവസരങ്ങൾ വന്നപ്പോഴും ഇപ്പോൾ BOT എന്ന് പറഞ്ഞൊരു സംഭവം വന്നു. അത് 91-ന് ശേഷം വന്നത്. എന്താണ് BOTയോടും സ്വകാര്യ വിദ്യാലയങ്ങളോടും സ്വകാര്യ സർവകലാശാലയോടും CPMൻ്റെ നയം എന്താണ്? പിന്നെ ഇനി അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ഇവിടെ വിഴിഞ്ഞം വന്നപ്പോൾ അത് കടൽ കൊള്ളാന്ന് അവസാനം പറഞ്ഞത് മാത്രമല്ല, ആ നയത്തിനെതിരാണ്. പരിയാരം മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ വന്നപ്പോൾ അതിനെതിരാണ്. എന്തിനെതിരെ? സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരാണ്. അതാണ് കൂത്തുപറമ്പിൽ 6 പേര് മരിച്ചു. ഒരു സ്നേഹിതൻ അടുത്ത കാലത്താണ് മരിച്ചത്. ചെങ്ങന്നൂരിൽ ET മുഹമ്മദ് ബഷീർ ഒരു കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് കൊണ്ടുവന്നു. ആ കോളേജിനെതിരെ എന്തു വലിയ സമരമാണ് നടത്തിയത്. അതിനുശേഷം MES കൊണ്ടുവന്നു. അതുപോലെ തന്നെ എല്ലാ സംഘടനകളും ഈ രാജ്യത്ത് കൊണ്ടുവന്നു. അപ്പം നിങ്ങൾ പ്രത്യേകിച്ചും 78-ന് ശേഷവും സോവിയറ്റ് യൂണിയന് പതനത്തിന് ശേഷവും ഇത്തരത്തിലുള്ള അവസരങ്ങൾ ലഭ്യമായിട്ടും അതിനെതിരെ ചാവേർ പടയായി മുസ്തഫ എന്നുണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല, ഈ കുട്ടികളെ തോക്കിൻ്റെയും ലാത്തിയുടെയും മുമ്പിലേക്ക് ഓടിച്ച് വിട്ടിട്ട് ഇപ്പം പറയുന്നു ഞങ്ങളൊക്കെ മാറി. നല്ലതാണ് മാറുന്നത്. പക്ഷെ മാറുമ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞ അത്രയെങ്കിലും ഞങ്ങൾക്ക് പിശക് പറ്റി, ഞങ്ങളുടെ ആചാര്യന്മാരായ നേതാക്കന്മാർക്ക് തെറ്റുപറ്റി, ഞങ്ങൾ ഇപ്പോൾ ഡാങ്കയൊക്കെ പറഞ്ഞായിരുന്നു കുറച്ചുകൂടെ ശരി, ദേശീയ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ കടമകൾ നിർവഹിച്ചുകൊണ്ട് ഇവിടെ പട്ടിണിയും ദാരിദ്ര്യം അവസാനിപ്പിച്ച് കൃഷിഭൂമി കഴിയുന്നത്ര കൃഷിക്കാർക്ക് കൊടുത്ത് വികസനമുണ്ടാക്കി അതിനുശേഷമേ ഞങ്ങൾ വിപ്ലവത്തെക്കുറിച്ച് ആലോചിക്കൂ. ഞങ്ങൾ തുറന്നു പറഞ്ഞു. MP രാഘവൻ തുറന്നു പറഞ്ഞു, ബലം പ്രയോഗിച്ച വിപ്ലവം അപ്രസക്തമാണ്. CPM പറയുമോ ഈ സമ്മേളനത്തിൽ, പാർട്ടി കോൺഗ്രസിൽ തൊഴിലാളി വർഗ സർവാധിപത്യം ഇന്ത്യയിൽ അപ്രസക്തമാണ് എന്ന് പറയുമോ? അപ്പം ഇതൊക്കെ പറയുമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അപ്പം കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്ന CPM ഈ ആശയക്കുഴപ്പത്തിൻ്റെ ഫലമായിട്ട് അങ്ങേയറ്റം പുറകോട്ട് പോയി. ഈ ആശയത്തിൻ്റെ വ്യക്തത മാത്രമല്ല, ആശയത്തിൻ്റെ നടപ്പിലാക്കലാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനം. ശരി, രണ്ടാം റൗണ്ടിൽ അതിന്റെ ഒരു കാര്യം അങ്ങ് പറഞ്ഞതിൽ ഇപ്പോൾ കൂത്തുപറമ്പ് അടക്കമുള്ള വിഷയങ്ങളുടെ തീർച്ചയായിട്ടും വിയോജിപ്പുണ്ടാവും VPP മുസ്തഫയ്ക്ക് എന്ന് എനിക്കറിയാം. പല ചർച്ചകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. പക്ഷെ അടിസ്ഥാനമായി താങ്കൾ ഉന്നയിച്ചൊരു വിഷയമുണ്ട്. 1970-ൽ ചൈനയിൽ ഡെങ് സിയാവോപിങ് പറഞ്ഞ ഈ പൂച്ച വെളുത്തതാണെങ്കിലും കറുത്തതാണെങ്കിലും എലിയെ പിടിച്ചാൽ മതി എന്ന് മാവോസെ തുങ്ങിന്റെ പരിഷ്കരണത്തെ തലകീഴായിട്ടുകൊണ്ട് മൂലധനത്തെയും തൊഴിലാളി വർഗത്തെയും അല്ലെങ്കിൽ തൊഴിലിനെയും കൂട്ടിയോജിപ്പിക്കാൻ കാണിച്ച ഒരു ജാഗ്രത എന്തുകൊണ്ട് 91-ലെങ്കിലും അല്ലെങ്കിൽ 95-കൾക്ക് ശേഷവും കേരളത്തിൽ CPMന് തുടരാൻ കഴിയാതെ പോയി? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാര്യം ഇന്ത്യയിൽ നമ്മൾ പൂർണ്ണമായിട്ടുള്ള ലിബറലൈസേഷനിലേക്ക്, ഉദാരവൽക്കരണത്തിലേക്ക് എത്തുന്നത് 90-കൾക്ക് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ 95-കൾക്ക് ശേഷമെങ്കിലും കേരളത്തിലെ ഇടതുപക്ഷത്തിന്, ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് എന്തുകൊണ്ട് അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് പ്രസക്തമായ ഭാഗം. ഞാൻ അങ്ങയിലേക്ക് വരാം. നമുക്കൊപ്പം ശ്രീ NMPS ഉണ്ട്, BJP പ്രതിനിധിയുണ്ട്. ഞാൻ ശ്രീപത്മനാഭനിലേക്ക് വരാം. കാര്യം കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നിലപാടുകൾ കൂടി ഇന്നത്തെ സംസ്ഥാന സമ്മേളനത്തിൽ വന്നിട്ടുണ്ട്. ഈ നവകേരളത്തിൻ്റെ പുതുവഴികളിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഭാഗം കേന്ദ്രത്തെ വിമർശിക്കുന്ന ഭാഗം കൂടിയാണ്. ഞാൻ അതിലേക്ക് വരാം. ശ്രീ NMPS,
ഈ മാറ്റങ്ങളെ എങ്ങനെയാണ് ശ്രീ NMPS കാണുന്നത്? 22-ൽ അവതരിപ്പിച്ച രാഷ്ട്രീയ രേഖയുടെ തുടർച്ചയാണിതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വൻകിട പദ്ധതികൾ വേണം, നമുക്ക് അടിസ്ഥാന വർഗത്തോടൊപ്പം തന്നെ മധ്യവർഗത്തെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തിയേ മതിയാകൂ എന്നുള്ളത് ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ആവശ്യകതയായിട്ടാണോ താങ്കൾ കാണുന്നത്? അതല്ല ഇതല്ലാതെ മറ്റു മാർഗമില്ല എന്ന പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഒരുപാട് വൈകിയോ? അല്ല, ഇത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ മാർക്സിസത്തിൻ്റെ കേരളത്തിലെ അതിൻ്റെ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രയോഗം എന്ന് പറയുന്നത് എത്രമാത്രം പ്രസക്തമായിട്ടുള്ള രീതിയിലാണ് നിർവഹിക്കപ്പെട്ടത് എന്ന പരിശോധനയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. CP ജോൺ പറയുന്നത് ഈ മാറ്റം സ്വീകാര്യമാണ് എന്നുള്ളതാണ്. ശരിയാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വീകരിച്ചിരുന്ന, മുസ്തഫ തുടക്കത്തിൽ പറഞ്ഞ പോലെ 39 മുതൽ പാർട്ടി സ്വീകരിച്ചിരിക്കുന്നതായിട്ടുള്ള സമീപനങ്ങൾ അത് ഇന്ന് തുടരാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ 39-ൽ അത് ആവശ്യമായിരുന്നു. 39-ലെ കേരളം എന്ന് പറയുന്നത് മാറുന്നത് 39 മുതൽ 50 വരെയുള്ള കാലങ്ങളിൽ കേരളത്തിൽ നടന്ന അത്യുജ്വലമായിട്ടുള്ള പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ്. അത് ചോര ചിതറിയ പോരാട്ടങ്ങൾ തന്നെയായിരുന്നു, ഒരു തർക്കവും ആ കാര്യത്തിലില്ല. ആ പോരാട്ടങ്ങൾ ആ കാലത്ത് ആവശ്യമായിരുന്നു. ഓരോ കാലം മാറുന്നതിനനുസരിച്ചിട്ട് രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ മാറും. അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് അതിനനുസരിച്ചിട്ട് മാറിയില്ല എങ്കിൽ ആ പ്രസ്ഥാനങ്ങൾക്ക് നിലനിൽക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. CP ജോൺ സൂചിപ്പിച്ച് 10% വോട്ട് ഇന്ത്യയിലാകമാനം ലഭിച്ചിരുന്ന ഒരു കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടായിരുന്നു. ആ കാലത്ത് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്ന ആ സ്വപ്നങ്ങളാണ് പാറയ്ക്കും ചെങ്കൊടി ചെങ്കോട്ടയിലും എന്ന മുദ്രാവാക്യം ഞങ്ങളും ഒക്കെ എല്ലാവരും CP ജോണിൻ്റെ ഒപ്പം നടന്ന് ഞാനതൊക്കെ വിളിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ശരിയാണ്. പക്ഷേ കാലം മാറുന്നതിനനുസരിച്ചിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമത്വപൂർണ്ണമായിട്ടുള്ള രീതിയിൽ ജീവിക്കാനായിട്ട് ഉള്ള പരിശ്രമം, ആ പരിശ്രമം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സമത്വം എന്ന് പറയുന്നത് എക്കാലത്തും അസാധ്യമായി തന്നെ നിൽക്കുകയായിരിക്കും. അതേപോലെ അനീതി എന്ന് പറയുന്നത് എക്കാലത്തും അനീതി ഉണ്ടാകും, പക്ഷേ അതിനെ എത്രമാത്രം കുറക്കാനായിട്ട് കഴിയും. അങ്ങനെ അനീതിയെ എത്രമാത്രം കുറക്കാനായിട്ട് കഴിയും, അസമത്വത്തെ എത്രമാത്രം കുറക്കാനായിട്ട് കഴിയും എന്നുള്ള ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ മാർക്സിസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വത്തിൽ ഊന്നി നിൽക്കുന്ന വിഷയം. അതായത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ചും ഓരോരുത്തരും ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചും പ്രവർത്തിക്കുക എന്ന് പറയുന്ന ആ മഹത്തായിട്ടുള്ള ആശയം, നമ്മളീ പറയുന്ന ഈ തൊഴിലാളി വർഗ സർവാധിപത്യവും അതേപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ കൊഴിഞ്ഞുപോക്കും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന തലത്തിലുള്ള വലിയ ജനാധിപത്യ സംവിധാനങ്ങളും പട്ടാളത്തെയും പോലീസിനെയും കോടതിയും ഒക്കെ പിരിച്ചുവിട്ട് ജനങ്ങൾ തന്നെ എല്ലാം നിയന്ത്രിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ജീവിത വ്യവസ്ഥ എന്ന് പറയുന്ന സങ്കല്പം അത് വളരെ ഉട്ടോപ്യനായിട്ടുള്ള ഒന്നാണ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യം, നമ്മളുടെ ചുറ്റുപാട് നിലനിൽക്കുന്നതായിട്ടുള്ള അനീതികൾക്കെതിരെയും അസമത്വത്തിനെതിരെയും അതേപോലെ അഴിമതിക്കെതിരെയും എങ്ങനെ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്ന അന്വേഷണമാണ്. ആ അന്വേഷണത്തിൽ ഇത്തരത്തിലുള്ള നയംമാറ്റങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. നയംമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നയംമാറ്റം എന്ന് പറയുന്നത് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് മുതലാളിത്ത പാതയിലേക്ക് പഴയ കാലത്ത് ഇവർ വിശേഷിപ്പിച്ചിരുന്ന റിവിഷനിസത്തിലേക്ക് ഒക്കെ ഉള്ള കൂടുകയറ്റങ്ങൾ തന്നെയല്ലേ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്താണ്? അധസ്ഥിതരായിട്ടുള്ള മനുഷ്യർക്ക് ഒരു കേരളത്തെക്കുറിച്ച് സങ്കല്പിക്കുന്നു നയരേഖ എന്നാണ് പറയുന്നത്. ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന അന്വേഷണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മൂലധനത്തിൻ്റെ കടന്നുകയറ്റം, അതിൻ്റെ ആധിപത്യം, അതെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ അസമത്വത്തെ അതിശക്തമായിട്ടുള്ള രീതിയിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയും. പുതിയ നയരേഖ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാട് എന്താണ് അതിന്റെ വർഗബോധം? ഞാനത് മനസ്സിലാക്കുന്നത് ശ്രീ NMPS തെറ്റുണ്ടെങ്കിൽ അങ്ങേക്ക് തിരുത്താം. അടിസ്ഥാന വർഗത്തിന്റെ ക്ഷേമ പദ്ധതികൾ നിലനിർത്തുന്നതിനോടൊപ്പം ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു വാചകം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. മൂലധന നിക്ഷേപം നമ്മൾ ആകർഷിക്കുന്നത് കേവലം പെൻഷൻ കൊടുക്കാൻ മാത്രമല്ല എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യ പശ്ചാത്തല വികസനം എന്നുള്ളത് ഈ പാർട്ടി ഒരു എസൻഷ്യലായ കാര്യമായിട്ട് കാണുന്നു. നിക്ഷേപം വരണമെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനം വരണം. അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം വൻകിട പദ്ധതികൾ വരണം. കേന്ദ്രം സാമ്പത്തികമായി കേരളത്തെ കൈയൊഴിയുന്ന ഘട്ടത്തിൽ കേരളത്തിന് അതിൻ്റെതായ മാർഗ്ഗങ്ങൾ കണ്ടെത്തണം. അതുകൊണ്ട് ക്ഷേമ പദ്ധതികളിലൂടെ മാത്രം മുന്നോട്ട് പോയാൽ കഴിയില്ല. ഇപ്പോൾ അതിദരിദ്രരെ കണ്ടെത്താനുള്ള സർവേ അത് ഫലം കണ്ടു. അതിൻ്റെ ഭാഗമായി നവംബർ 1-ാം തീയതി ആകുമ്പോഴേക്കും കേരളം ദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് മാറും. അത് LDF സർക്കാരിൻ്റെ വലിയ അച്ചീവ്മെൻ്റായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ
അടിസ്ഥാന വിഭാഗത്തെയും മധ്യവർഗത്തെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പദ്ധതിക്കാണ് ഇപ്പോൾ പിണറായി വിജയൻ വിഭാവനം നൽകിയിരിക്കുന്നത്. ഞാൻ ചർച്ചയ്ക്ക് വേണ്ടിയാണെങ്കിലും ഒരു വാദം കൂടെ മുന്നോട്ട് വയ്ക്കുന്നു. ഇപ്പോൾ 98-ലാണല്ലോ VS പിണറായി എന്നിങ്ങനെ രണ്ട് വിഭാഗീയത പൊട്ടിപ്പുറപ്പെടുന്നത്. എൻ്റെ ഒരു സംശയം ഇതാണ്, 98-കൾക്ക് ശേഷം തന്നെ ഇത്തരത്തിലൊരു നയരേഖ നമ്മുടെ CPM പാർട്ടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മറ്റൊന്നാകുമായിരുന്നില്ലേ? അതിന് ഈ VS പിണറായി വിഭാഗീയത വലിയ തടസ്സമായിരുന്നു. അന്ന് എങ്ങനെയാണ് ഔദ്യോഗിക പക്ഷത്തെ VS നേരിട്ടതെന്ന് നമുക്കറിയാമല്ലോ. അതെങ്ങനെയാണ് CPSN കാണുന്നത്? ചുരുങ്ങിയത് 98 മുതൽ 2015 ആലപ്പുഴ വരെയുള്ള സമ്മേളനത്തിനിടയിൽ ഈ വലിയ വിഭാഗീയത പാർട്ടിക്ക് ഈ അർത്ഥത്തിൽ മൂർത്തമായൊരു സാഹചര്യത്തിൻ്റെ മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് നയരേഖ പുതുക്കുന്നതിന് തടസ്സമായി മാറിയിട്ടുണ്ടോ? എന്താണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട് CPSN? അല്ല, VS-ഉം പിണറായിയും തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുന്നത് വിഭാഗീയതയുടെ പോരാട്ടമായിട്ട് ചിത്രീകരിക്കപ്പെടുമ്പോഴും അന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആശയ പോരാട്ടം എന്ന് പറയുന്നത് അതിനകത്തുണ്ടായിരുന്നു. VS നിലനിന്നിരുന്നത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അടിസ്ഥാന വർഗത്തിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ അത് ഉയർത്തുന്നതായിട്ട് മൂല്യധാരക്കനുസരിച്ച് അല്ലെങ്കിൽ മൂല്യബോധത്തിനനുസരിച്ചും പ്രവർത്തിക്കേണ്ടതാണ് എന്നുള്ളതായിരുന്നു. അതേ സമയത്ത് അക്കാലത്ത് തന്നെ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള പാർട്ടിയിലെ വിഭാഗം എന്ന് പറയുന്നത് മൂലധന ശക്തികളെ ക്ഷണിച്ചു വരുത്തുകയും മൂലധന ശക്തികളുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നൽകുന്ന, എന്നുവെച്ചാൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ലിബറലൈസേഷനെ വലിയ രീതിയിലേക്ക് പ്രാമുഖ്യം നൽകുന്ന ഒന്നായിരുന്നു. അതിനെ നവൽ ലിബറൽ ചിന്തകൾ എന്നൊക്കെയാണ് നമ്മൾ അക്കാലത്ത് വിശേഷിപ്പിച്ചിരുന്നത്. ആ നവൽ ലിബറൽ ചിന്തകളെ സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ സ്വാധീനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് എങ്കിൽ ആ പാർട്ടിക്ക് എങ്ങനെയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള കോൺഗ്രസിൽ നിന്നും കേരളത്തിൽ പ്രവർത്തിക്കുന്ന BJP-യിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സാമ്പത്തിക കാഴ്ചപ്പാട് ഉണ്ടാക്കാൻ കഴിയുക എന്ന ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നല്ലേ? അടിസ്ഥാന വർഗത്തെ ഒരേ സമയം ഒരേ കൈകൊണ്ട് ക്ഷേമ പെൻഷൻ വഴി താങ്ങും, മറ്റു സൗകര്യങ്ങൾ കൊണ്ട് കൊടുക്കും. ആശാവർക്കർമാരുടെ വിഷയം അവിടെ നിൽക്കുന്നു, അത് നമ്മുടെ ചർച്ചാ വിഷയം ഇപ്പോൾ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അവർ വാഗ്ദാനം നൽകുന്നു, അടിസ്ഥാന സൗകര്യ വികസനം ഒരു ഭാഗത്ത്, അടിസ്ഥാന വർഗത്തിൻ്റെ താല്പര്യം മറുഭാഗത്ത്. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നതാണ് പാർട്ടിയുടെ ലൈൻ. CPSN അല്ല, പൊതുവെ തീർച്ചയായിട്ടും അംഗീകരിക്കാവുന്ന ഒരു ലൈൻ എന്ന് പറയുന്നത് അടിസ്ഥാന വർഗത്തെയും അതേപോലെ തന്നെ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നവരെയും അവരുടെ ജീവിതത്തെ അല്പമെങ്കിലും മെച്ചമാക്കി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ മൂലധന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പാർട്ടി പ്രവർത്തിക്കാൻ കഴിയും. അവിടെ VS പിണറായിയുടെ ആശയത്തിന് മാറുന്ന പാർട്ടിയുടെ ആശയത്തിന് ഒരു തടസ്സമായിരുന്നോ എന്നുള്ളതാണ്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ VS-നെ ക്രിട്ടിക്കലായി കാണേണ്ടതുണ്ടോ ഈ നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രാഷ്ട്രീയ രേഖയുടെ പശ്ചാത്തലത്തിൽ? അല്ല, ഒരിക്കലും അങ്ങനെ ക്രിട്ടിക്കലായിട്ട് കാണേണ്ടതില്ല. കാരണം ഞാൻ പറഞ്ഞോട്ടെ, ഒരു വാചകം കൂടി പറഞ്ഞോട്ടെ. VS അന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉയർത്തുന്ന സമയത്ത് അതിന് സംവാദാത്മകമായിട്ടുള്ള സ്വഭാവം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിരുന്നോ? VS മിണ്ടാതിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അപ്പുറത്ത് നമ്മൾ മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കാനോ ആ സംസാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനോ ഒരു സാധ്യതയും ഉണ്ടാകുമായിരുന്നില്ല. ഇന്ന് ആ സാധ്യതകൾ മുഴുവൻ അടഞ്ഞുപോയി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. വൻകിട പദ്ധതികൾക്കും നിക്ഷേപ സൗഹൃദമാക്കാനുള്ള നീക്കങ്ങൾക്കും പാർട്ടി പച്ചക്കുടി കാട്ടുമ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്: വൈകിയെത്തിയ മാറ്റമോ? VPP മുസ്തഫ CPM പ്രതിനിധി, CP ജോൺ CMP പ്രതിനിധി, ശ്രീ പത്മനാഭൻ BJP പ്രതിനിധി, PSN രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് നമുക്കൊപ്പം. ഞാൻ BJP പ്രതിനിധി ശ്രീ പത്മനാഭനിലേക്ക് വിളിക്കുന്നു. ശ്രീ പത്മനാഭൻ, ഇന്ന് പാർട്ടി സെക്രട്ടറി പാർട്ടിയുടെ സമ്മേളനത്തിൻ്റെ ആദ്യ ദിനത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ കേന്ദ്രത്തിലെ BJP-ക്കെതിരെയുള്ള ഒരു ബദൽ മതേതരത്വ മുഖമാണ് കേരളത്തിലെ LDF സർക്കാർ എന്നാണ് വിശേഷിപ്പിച്ചത്. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുമ്പോഴും തനത് വരുമാനം കണ്ടെത്താൻ വേണ്ടി വിദേശ നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടി ഉള്ള പദ്ധതികളാണ് ഇപ്പോൾ ഇന്ന് പിണറായി വിജയൻ അവതരിപ്പിച്ച രാഷ്ട്രീയ നയരേഖയിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത വട്ടവും ഭരണം പിടിക്കുക, മൂന്നാം വട്ടവും ഭരണം പിടിക്കുക എന്നത് തന്നെയാണ് പാർട്ടി സമ്മേളനം ചർച്ച ചെയ്തതെന്ന് പറയുമ്പോൾ പാർട്ടി പൂർണ്ണമായും സർക്കാരിൻ്റെ എല്ലാ നീക്കങ്ങൾക്കും പൂർണ്ണമായും പിന്തുണ നൽകുമ്പോൾ 2026 തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കാഹളം കൂടി ഇന്നിപ്പോൾ പാർട്ടി സമ്മേളനത്തിൽ താങ്കൾക്ക് ചെവിയോർത്താൽ കേൾക്കാൻ കഴിയുന്നുണ്ടോ ശ്രീ പത്മനാഭൻ? ഡോക്ടർ അരുൺ, നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1.76% വോട്ട് കിട്ടിയൊരു പാർട്ടിയെ പറ്റിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് കിട്ടിയത് 1.04% വോട്ടാണ്. CPM-ന് കിട്ടിയത് 1.76%. എന്ന് വെച്ചാൽ 0.72% വോട്ടിൻ്റെ വ്യത്യാസം നോട്ടയും ഇവരും തമ്മിലുള്ളൂ. ഇനി അതെങ്ങനെ കിട്ടിയതാന്നുള്ള ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ഇതൊരു തമിഴ്നാട് തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രമാണ്, ഇലക്ട്രൽ പിക്ചറാണ്.
22 സീറ്റ് DMK, 9 സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, 2 CPI, 2 CPM, 2 VCK, 1 IUML, 1 MDMK. ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ഈ വാർത്ത നിങ്ങളുടെ ചർച്ച തുടങ്ങുന്നതിന് മുന്നേ ഗോവിന്ദൻ മാഷെ എന്തോ ലീഗിനെതിരെയുള്ള വലിയ ഗീർവാണമൊക്കെ കേട്ടു. മതരാജ്യം ഉണ്ടാക്കാൻ നടക്കുകയാണ് മുസ്ലിം ലീഗിന്ന്. ഈ സഖ്യത്തിൽ നിന്ന് പിന്മാറുമോ? തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയ 2 സീറ്റാണ് ഇപ്പോൾ CPMന് 4 സീറ്റ് ലോകസഭയിൽ എത്തിച്ചിരിക്കുന്നത്. ആ 2 സീറ്റും INLൻ്റെ അല്ല കേട്ടോ. ഈ പാർട്ടി ഒരു വിചിത്ര പാർട്ടിയാണ്. കേരളത്തിൽ INLുമായി സഖ്യം, തമിഴ്നാട്ടിൽ IUMLുമായി സഖ്യം. എനിക്ക് ലീഗുകാരുടെ സങ്കടം തോന്നുന്നത്, ലീഗിൻ്റെ ബദ്ധശത്രുവാണ് INL. അവരെ സഖ്യം ഉണ്ടാക്കുക കേരളത്തിൽ, ആ പാർട്ടിയായി തമിഴ്നാട്ടിൽ IUML സഖ്യം ഉണ്ടാക്കുക. അങ്ങനെ IUML വരെ സഖ്യമുണ്ടാക്കിയിട്ട് കിട്ടിയ 2 സീറ്റ്, പിന്നെ രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ സഹായത്തോട് കിട്ടിയ 1 സീറ്റ്. ഞങ്ങൾ ഈ പാർട്ടിയെ, ഭാരതീയ ജനതാ പാർട്ടി ഈ പാർട്ടിയെ, CPMനെ കാണുന്നത് കോൺഗ്രസിൻ്റെ ഒരു ഘടകകക്ഷിയായിട്ടാണ്. കോൺഗ്രസ്സിന് ഇന്ത്യയിൽ നിരവധി സംസ്ഥാനങ്ങളിൽ നിരവധി ഘടകകക്ഷികളുണ്ട്, ചെറുതും വലുതുമായ. സമാജ്വാദി പാർട്ടിയെ പോലെ വലിയ കരുത്തരായ ഘടകകക്ഷികളുണ്ട്, എന്നാൽ CPMനെ പോലുള്ള ചെറിയ ഘടകകക്ഷികളുണ്ട്. ഇത് കോൺഗ്രസിൻ്റെ ഒരു ഘടകകക്ഷിയാണ്. ഇവരിങ്ങനെ വലിയ വർത്തമാനം പറയുന്നതിലൊന്നും അർത്ഥമില്ല. ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞതിന് വിരുദ്ധമായി ഇന്ന് പറയും. അതിവരുടെ സ്വഭാവമാണ്. പണ്ടൊക്കെ 20 കൊല്ലം കഴിഞ്ഞാലാണ് മാറ്റി പറയുക. ഇപ്പോൾ 10ഓ 15ഓ ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം, അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് രാജീവ് ഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അന്ന് കേരളത്തിൽ ഇവർ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമരം എന്താ അറിയോ? കേന്ദ്രവിരുദ്ധ സമരമാണ്. മനുഷ്യക്കോട്ട, മനുഷ്യച്ചങ്ങല ഒക്കെ കേന്ദ്രവിരുദ്ധ, കേന്ദ്ര അവഗണനയ്ക്കെതിരെ. ഇന്നിപ്പോൾ അതൊന്നും നടത്താൻ ആളെ കിട്ടാത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല. ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയി കേസ് കൊടുത്തു കേന്ദ്ര സർക്കാരിനെതിരെ. എന്തായി? അല്ല, കേരളത്തിൽ CPM കേന്ദ്രത്തിനെതിരെ വലിയ പോരാട്ടങ്ങളൊക്കെ നടത്തുന്നുണ്ട്. രാജ്ഭവനിൽ അടുത്ത കാലത്താണ്, കഴിഞ്ഞ ആഴ്ചയാണ് വലിയൊരു മാർച്ച് നടന്നത്. ഞങ്ങൾ അവിടെ ഡൽഹിയിൽ നടന്ന മാർച്ച് താങ്കൾ കണ്ടില്ലേ? ശ്രീപത്മനാഭൻ കേരള ഹൗസിൽ നിന്ന് ജന്തർ മന്ദറിലേക്ക് രാപ്പകൽ സമരം 3 ദിവസം. നരേന്ദ്രമോദി ജന്തർ മന്ദറിൽ ഡോക്ടർ അരുൺ പോയിട്ടുണ്ടല്ലോ. എത്ര സമരം നടക്കും? സമരങ്ങളുടെ ഒരു ഘോഷയാത്ര നടക്കുന്ന സ്ഥലമാണ് അത്. വിചിത്രമായ സമരങ്ങൾ അവിടെ കാണാം. ഇതൊന്നും അറിയണ്ടേന്ന്. ഈ രാജ്യം അറിയാത്ത സമരം നടത്തിയിട്ട് എന്താ കാര്യം? കേരളത്തിന് പുറത്ത് ഈ പാർട്ടി നടത്തുന്ന സമരങ്ങൾ ആരും അറിയുന്നില്ല. ഈ 30 വർഷം മുന്നേ എന്തായിരുന്നു ഇടതുപക്ഷം, അതിൻ്റെ അസ്ഥികൂടമാണ് ഇന്നത്തെ ഇടതുപക്ഷം. 30 വർഷം മുന്നത്തെ ഇടതുപക്ഷത്തിൻ്റെ അസ്ഥികൂടമാണ് ഇന്നത്തെ ഇടതുപക്ഷം. ഇതിനാരാ ഉത്തരവാദി? 50കളിലും 60കളിലും ഒക്കെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ചെറുപ്പക്കാർ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ തൊഴിൽ തേടി പോകുന്ന 2 സ്ഥലങ്ങളായിരുന്നു ബോംബെയും കൽക്കട്ടയും. അന്ന് ബോംബെയാണ്, കൽക്കട്ടയും. ഇന്നെന്താ സ്ഥിതി? ബോംബെ ഇന്നും അങ്ങനെ തന്നെ. മുംബൈ പേര് മാറ്റിയപ്പോഴും അങ്ങനെ തന്നെ തൊഴിൽ തേടി ചെറുപ്പക്കാർ പോകുന്നു. ബാംഗ്ലൂർ വളർന്നു വന്നു, ഹൈദരാബാദ് വളർന്നു വന്നു, ചെന്നൈ വളർന്നു വന്നു. അന്ന് വെറും ഒരു രാഷ്ട്രീയക്കാരുടെ നഗരമായിരുന്ന ഡൽഹി ഇന്ന് മഹാനഗരമായി. ഡൽഹിക്ക് ചുറ്റും നോയിഡ, ഗുരുഗോൺ പോലുള്ള വൻ വ്യവസായ കേന്ദ്രങ്ങൾ വന്നു. 34 കൊല്ലം ഭരിച്ചിട്ട് കൽക്കട്ട എന്ന വ്യവസായ നഗരത്തെ തകർത്തു. വ്യവസായങ്ങളുടെ ശവപ്പറമ്പായി കൽക്കട്ടയെയും ബംഗാളിനെയും മാറ്റി. ഇതാണ് ഈ പാർട്ടിയുടെ സംഭാവന. ഈ പാർട്ടി പറയുന്നതൊക്കെ ഹമ്പക്കാണ്. ഈ ഹമ്പക്ക് ഞാൻ എന്നിട്ടും ഇടതുമുന്നണിയും കോൺഗ്രസും മാത്രം മാറി മാറി ഭരിച്ച കേരളത്തിലാണ് അതിദരിദ്രരില്ലാതെ വരാൻ പോകുന്നത് നവംബർ 1-ാം തീയതി. ഇതേ കേരളത്തിലാണ് ഒരു രാഷ്ട്രീയ കലാപവും ഇടതുമുന്നണിയും കോൺഗ്രസും മാറി മാറി ഭരിച്ച് ഇതേ കേരളത്തിലാണ് ഒരു വലിയ കലാപവും പൊട്ടിപ്പുറപ്പെടാതെ പോയത് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ. ചെറുപ്പക്കാർ ഗൾഫ്, പിന്നെ മാറാട് നടന്നത് എന്തായിരുന്നു? കലാപല്ലായിരുന്നോ? ചെറുപ്പക്കാർ ഗൾഫ് പോയിട്ടാണ് അരുണേ. ചെറുപ്പക്കാർ ഗൾഫിൽ പോയി, പിന്നീട് യൂറോപ്പിൽ പോയി നഴ്സിംഗും മറ്റു ജോലിയായിട്ട്. ഇപ്പം ലോകം മുഴുവൻ പോകുന്നു മലയാളി. അത് അന്ന് ഗൾഫ് പോയവൻ അയച്ച മണി ഓർഡർ എക്കണോമി എന്നൊന്നും കേട്ടിട്ടില്ലേ നിങ്ങൾ? കേരളയുടെ ബാക്ക് ബോൺ ഈസ് മണി ഓർഡർ എക്കണോമി. നമ്മൾ കേട്ട് പഠിച്ച സംഗതിയാണ്. അതിൽ പിന്നെ നാണ്യവിളകളും, നാളികേരം, റബ്ബർ, കുരുമുളക്, ഏലം, ഇഞ്ചി, റബ്ബർ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ബംഗാൾ നന്നാവണ്ടേ? മുച്ചൂട് മുടിച്ചില്ലേ ബംഗാളിനെ? കുത്തുവാള എടുപ്പിച്ചില്ലേ ബംഗാളിനെ? കേരളത്തിൽ വന്ന് കൂലിപ്പണി എടുത്ത് ജീവിക്കുകയല്ലേ ആ പാവങ്ങൾ. ഇപ്പോൾ അവിടെ കഷായത്തിന് കൂട്ടാനില്ലാണ്ടായില്ലേ? 1.5 കൊല്ലം കൊണ്ടല്ലേ ഞങ്ങൾ ത്രിപുര പിടിച്ചത്?
ഞങ്ങൾ ത്രിപുരയിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ത്രിപുരയിലെ റോഡുകൾക്ക് കറുത്ത നിറം വന്നത്. അതുവരെ പക്ഷേ അപ്പോഴും ശ്രീ പത്മനാഭൻ കേരളത്തിൽ 740 രൂപ അടിസ്ഥാന അല്ലെങ്കിൽ 700 രൂപ മിനിമം വേതനമായിട്ട് നൽകുന്ന ഒരു സംസ്ഥാനമായി മാറിയത് എങ്ങനെയാണ്? അത് 10,000-കണക്കിന് ചെറുപ്പക്കാർ ഗൾഫിൽ പോയി ആ പണം ഇവിടേക്ക് ഒഴുകി മുക്കിലും മൂലയിലും കുഗ്രാമങ്ങളിൽ വരെ മണിമാളികൾ ഉയർന്നു വന്നു അല്ലേ? ഈ ഗൾഫുകാരൻ ഒഴുകിയ പണം കൊണ്ട് കെട്ടിപ്പൊന്തിച്ച മണിമാളികളല്ലേ ഇവിടെ തൊഴിലവസരങ്ങൾ, നിർമ്മാണ മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുത്തത് അല്ലേ? അല്ലാന്ന് പറയാൻ പറ്റുമോ? ചാവക്കാട് മിനി ഗൾഫ്, നാദാപുരം മിനി ഗൾഫ് എന്ന് വേണ്ട, കാസർഗോഡ് എവിടെ നോക്കിയാലും മിനി ഗൾഫ്. ഇപ്പം യൂറോപ്യൻ പൈസ തെക്കൻ കേരളത്തിലേക്ക് പോയാൽ തിരുവല്ലക്കാർ മുഴുവൻ ഇപ്പം അവിടെ തിരുവല്ലക്കടുത്തൊരു ഗ്രാമമുണ്ടല്ലോ, വെറും വാർദ്ധക്യം ബാധിച്ച ആളുകൾ മാത്രം താമസിക്കുന്ന, എൻ്റെ പേര് നാവിൽ വരുന്നില്ല, അവിടേക്ക് ആ ഗ്രാമത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണലൈസ്ഡ് ബാങ്കിന്റെ ശാഖകളുള്ള ഗ്രാമം. അവിടെ പൈസ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു. ചോദ്യത്തിലേക്ക് വന്നാൽ ഈ മാറ്റത്തെ താങ്കൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ ഹമ്പക്കാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഇന്നൊന്ന് പറയും, 20 കൊല്ലം കഴിഞ്ഞ് മാറ്റി പറയും. അപ്പോഴേക്കും ആ കാലം മാറിയിട്ടുണ്ടാവും, പറഞ്ഞിട്ടൊരു ഗുണവുമില്ല. ഈ പാർട്ടി ഭരണ തുടർച്ചയെപ്പറ്റി അഹങ്കരിക്കുന്നുണ്ടല്ലോ. ഈ പാർട്ടിക്ക് ഭരണ തുടർച്ച കിട്ടിയത് UDF-കാരുടെ പൊളിറ്റിക്കൽ ബ്ലണ്ടർ കാരണമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പിണറായി വിജയനെ തോൽപ്പിക്കാനല്ലായിരുന്നു താല്പര്യം. ഒരു സീറ്റുള്ള BJP-യുടെ നേമത്തെ സീറ്റിൽ BJP-യെ തോൽപ്പിക്കാനായിരുന്നു അവർക്ക് പ്രാധാന്യം കൊടുത്തത്. അതിനുള്ള അധികാരവും സ്വാതന്ത്ര്യം അവർക്കുണ്ട്, ജനാധിപത്യ രാജ്യ. പക്ഷേ ഒരു സീറ്റുള്ള BJP-യുടെ പിന്നാലെ അവർ പോയപ്പോൾ ചുളുവിൽ ഇവർ ജയിച്ചു കയറിയതാണ്. UDF ബ്ലണ്ടർ കൊണ്ടാണ് 2028 ലഭിച്ചത് ഇടതുപക്ഷത്തിന്. ശ്രീ VPP മുസ്തഫ, ശ്രീ പത്മനാഭൻ പറയുന്നതനുസരിച്ച് പാർട്ടി എപ്പോൾ വേണമെങ്കിലും നിലപാട് മാറ്റാം. ഇന്നലെ പറഞ്ഞത് മാറ്റം ഇന്ന് മാറുന്നു. പാർട്ടി 1% ഓളം മാത്രം വോട്ടുള്ള ഒരു പാർട്ടിയെ മാറിക്കഴിഞ്ഞു. അത് കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയെ മാറിക്കഴിഞ്ഞൊരു പാർട്ടിയെക്കുറിച്ചാണ് പറയുന്നതാണ് പറഞ്ഞത് ശ്രീ പത്മനാഭൻ. മറ്റു 2 വിമർശനങ്ങളും താങ്കൾ കേട്ട് കാണുമല്ലോ. ഡെങ് സിയോപിങ്ങിൻ്റെ കാലത്തെങ്കിലും ഇത്തരമൊരു മാറ്റം വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി കേരളം വികസനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുമായിരുന്നുവെന്നാണ് CP ജോൺ പറഞ്ഞു വെച്ചത്. ശ്രീ VPP മുസ്തഫ. CPIM നമ്മുടെ നാടിൻ്റെ സ്പന്ദനം മനസ്സിലാക്കി കാലാനുസൃതമായ നവീകരണത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെ കാലാനുസൃതമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്, ഒരു ഐഡിയോളജിയാണ്, ഒരു ദർശനമാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ CPIM-നെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ അന്ന് ഒന്ന് പറഞ്ഞു ഇന്നൊന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്ന ഇവരുടെ വാദങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. ഇപ്പോൾ സ്വകാര്യ മൂലധനത്തെ സംബന്ധിച്ച് എന്തോ ഇപ്പം ഞങ്ങൾ നിലപാട് മാറ്റിയതാണ്. 57-ലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുന്നത്, ഈ കേരളത്തിൽ EMS-ന്റെ ഗവൺമെൻറ്. അന്ന് സാക്ഷാൽ ബിർളയാണ് വിളിച്ചുകൊണ്ടുവന്നത് കേരളത്തിൽ, മാവൂരിൽ ഗോളിയോർ റൈൻസ് ഉണ്ടാക്കിയത്. സ്വകാര്യ നിക്ഷേപത്തിന് അന്ന് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുകൂലമായിരുന്നു. അതുകൊണ്ട് പൊതുമേഖലയ്ക്ക് വേണ്ടി ഏറ്റവും ശക്തമായി നിലകൊള്ളുമ്പോഴും പറഞ്ഞോളൂ, തുടരാം. സ്വകാര്യ പൊതുമേഖലയ്ക്ക് വേണ്ടി ഏറ്റവും ശക്തമായി നിലകൊള്ളുമ്പോഴും സ്വകാര്യ CP ജോൺ എന്തോ ഇടപെട്ടു. CP ജോൺ അല്ല, ഞാൻ മുസ്തഫയെ കുറിച്ച് വിമർശനം ഉന്നയിച്ചത് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ 56-ലെ 51-ലെ നയപ്രഖ്യാപനവും 56-ലെ ഐശ്വര്യ കേരളത്തെ സംബന്ധിച്ച രേഖയും 57-ലെ ഗവൺമെന്റും ബിർളയും ഒക്കെ CPI ആണ്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചാണ്, മനസ്സിലായി. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചാണ് എന്നുള്ളതാണ് അല്ലല്ല, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടിയേ ഇല്ല. ആ പാർട്ടിയുടെ പേര് CPI എന്നാണ്. CPM ഉണ്ടായി, അത്രേ ഉള്ളൂ. CPM ഉയരുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ വായിക്കുന്നില്ല. അപ്പൊ CPM-ന്റെ രേഖയില്ല, CPM-ന്റെ രേഖ ജനകീയ ജനാധിപത്യ വിപ്ലവമാണ്. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇപ്പോ ഈ സംസ്ഥാന സമ്മേളനത്തിൽ എങ്ങനെയാ നയപ്രഖ്യാപനം നടത്തുക? ഇത് പാർട്ടി കോൺഗ്രസിലല്ലേ നടത്തേണ്ടത്? പാർട്ടി കോൺഗ്രസിലാണ് കേരളത്തെ മാത്രമുള്ള കേരളത്തിന്റെ മാത്രമായിട്ടുള്ള നവകേരളത്തിന്റെ പുതുവഴികൾ. അതാണ് ഞാൻ പറഞ്ഞത്. 2022-ലാണല്ലോ അങ്ങനൊരു
സംവിധാനം തുടങ്ങി വയ്ക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ CPM ഒരു പ്രാദേശിക പാർട്ടിയായി കഴിഞ്ഞുവെന്ന് ഈ സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചിരിക്കുന്നു, DMK പോലെ. അപ്പോൾ വളരെ ക്ലിയർ ആയി. റൈറ്റ്. VPP മുസ്തഫ അതിനുള്ള മറുപടി കൂടി. സർ, റീജിയണൽ പാർട്ടി. ശരി. അല്ല ജോണേട്ടാ, ജോണേട്ടൻ ഇപ്പം നേരത്തെ CPM-ന്റെ ഭാഗമായിരുന്ന ഒരാളാണ്, പിന്നീട് CMP ആയി. അതുകൊണ്ട് CPM കാലത്തെ അദ്ദേഹം തന്നെ നേതൃത്വം നൽകിയ എല്ലാ കാര്യങ്ങളും അദ്ദേഹം തള്ളിപ്പറയൂ. ഇപ്പോൾ അദ്ദേഹം SFI സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം സ്വകാര്യ പോളി വിരുദ്ധ സമരത്തിന് 80കളിൽ കേരളത്തിൽ നേതൃത്വം നൽകിയത്. സ്വകാര്യ പോളി വിരുദ്ധ സമരം കേരളത്തിലെ SFIയുടെ വളർച്ചയിൽ ഏറ്റവും നിർണായകമായിരുന്നു. ആ സമരത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് സഖാവ് CP ജോൺസൺ. അതിനെ അദ്ദേഹം തള്ളിപ്പറയുമോ? അതുപോലെ സഖാവ് EMS CPI-യിലായിരുന്നു. അന്ന് അവരെല്ലാം CPI-യുടെ ഭാഗമാണ്, CPI-യുടെ നേതാവാണ്. CPI-യുടെ അന്നത്തെ അഖിലേന്ത്യാ നേതൃനിരയിലുള്ളയാളാണ് EMS. ആ EMS നേതൃത്വത്തിലാണ് അന്ന് ഈ കേരളത്തിലേക്ക് സ്വകാര്യ മൂലധന നിക്ഷേപം കൊണ്ടുവരുന്നത്. റൈറ്റ്, വ്യക്തമാണ്. ഇനി ചോദ്യം ഇതാണ്, ഈ VS-ന്റെ കാലത്ത് 98 മുതൽ ഒരു നിമിഷം CP ജോൺ, ഞാൻ ഒരു കാര്യം കൂടി എനിക്ക് അദ്ദേഹത്തോട് ചോദിച്ച് ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരാം. നോക്കൂ, 95-ലാണ് കൊല്ലത്തെ അവസാനത്തെ സമ്മേളനം. 30 വർഷം പിന്നിട്ടു. 95-ലെ സമ്മേളനത്തിൻ്റെ പ്രത്യേകത, ദേശീയ തലത്തിൽ നമ്മൾ നവോദാരീവൽക്കരണത്തിലേക്ക് നയം മാറുന്ന ഘട്ടത്തിലാണ് 95-ലെ സമ്മേളനം നടക്കുന്നത്. പക്ഷേ 95-ലെ സമ്മേളനത്തിലാണ് VS-ഉം പിണറായിയും തമ്മിലുള്ള വിഭാഗീയതയുടെ ആദ്യ ഘട്ടം ഉണ്ടാകുന്നത്. പത്മലോചനും P രാജേന്ദ്രനും ഒക്കെ അവിടെ പരസ്പരം മത്സരിക്കുന്നതും P രാജേന്ദ്രൻ പത്മലോചനെ വെട്ടിപ്പോകുന്നതും അവിടെയാണ്. അവിടെ മുതൽ തുടങ്ങുന്നു. ആ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്നാണ് VPP മുസ്തഫ ചോദ്യം. ഈ നയരേഖ, ഈ നവകേരളത്തിൻ്റെ പുതുവഴികൾ 95-ൽ അവതരിപ്പിക്കപ്പെടേണ്ടതായിരുന്നില്ലേ എന്നതാണ് എൻ്റെ ചോദ്യം. VPP മുസ്തഫ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പൂർവ്വകാലത്തുണ്ടായിരുന്ന നിലപാടുകളാകെ തള്ളിപ്പറഞ്ഞിട്ടല്ല ആ നേതൃത്വം അന്ന് ചെയ്ത കാര്യങ്ങൾ വെറും CPI-യുടേത് മാത്രമാണ്, അതിന് CPM-നൊന്നും അവകാശപ്പെടാനില്ല എന്ന് പറയുന്നത്. ചരിത്രപരത എന്ന് പറയുന്നത് അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ CPIM രൂപീകരിച്ചപ്പോൾ അന്ന് CP ജോൺസൺ അതിന്റെ ഭാഗമാണല്ലോ. അന്ന് ഒന്നാം പാർട്ടി കോൺഗ്രസ് എന്നല്ലോ പറഞ്ഞത്. ചരിത്രത്തിലേക്ക് പോയി കൊടുക്കണ്ട. എന്റെ ചോദ്യം സ്ട്രേറ്റ് ആണ്, അങ്ങ് കേട്ടില്ലെന്ന് തോന്നുന്നു. 3 പതിറ്റാണ്ട് മുമ്പ് കൊല്ലത്ത് 95-ൽ ഈ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ വേണ്ട രേഖയാണ് 3 പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം വരുന്നത് എന്നൊരു വിമർശനമുണ്ട്. അതിനോട് എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുക VPP മുസ്തഫ? അല്ല, അങ്ങനെ ഒന്നുമില്ല. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ദെങ് സിയാവോപിങ് മാവോയെ തള്ളുകയല്ല, നവീകരിക്കുകയാണ്. കാലാനുസൃതമായി മൂർത്തമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുകയാണ്. ഇപ്പൊ ശ്രീലങ്കയിൽ ജനതാ വിമുക്തി പെരുമന അധികാരത്തിൽ വന്നു. അവർ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഐഡിയോളജി സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അവർ നേരത്തെ സായുധ സമരത്തിന്റെ മാർഗം സ്വീകരിച്ചവരാണ് 80-ൽ. അന്നത്തെ ശ്രീലങ്കൻ ഭരണകൂടം അവരെ നിർദ്ധയം വേട്ടയാടിയതാണ്. 10,000-കണക്കിന് സഖാക്കളെയാണ് JVP-യുടേത് ശ്രീലങ്കയിൽ കൊന്നൊടുക്കിയത്. അവർ പിന്നീട് പാർലമെന്ററി രംഗത്തേക്ക് വന്നു. 5 വർഷം മുമ്പ് ആകെ 2 സീറ്റും 3% വോട്ടും ഉണ്ടായിരുന്ന പാർട്ടി ശ്രീലങ്കയിലെ ജനകീയ കലാപത്തിന് ശേഷം ഇന്നിപ്പോൾ അവിടെ അധികാരത്തിലെത്തിയിരിക്കുന്നു. പാർലമെന്റിലെ വലിയ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. നമ്മൾ നേപ്പാളിന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ ഇപ്പോൾ അധികാരത്തിലുള്ളത് യുണൈറ്റഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്. അതിൻ്റെ നേതാവ് KP ശർമ്മ ഒലിയാണ് അവിടെ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്നത് നേപ്പാളിൽ. നേരത്തെ മാവോയിസത്തിന്റെ വലിയ വേരുകൾ ഉണ്ടായിരുന്ന നാടാണ് നേപ്പാൾ. അവിടെ നിന്ന് അവർ പാർലമെന്ററി മാർഗത്തിലേക്ക് വന്നു. അതുകൊണ്ട് ഈ 1.79% വോട്ടിൻ്റെയൊക്കെ കണക്ക് പറഞ്ഞിട്ട് പത്മനാഭനെ പോലുള്ള ആളുകൾ ഈ കമ്മ്യൂണിസത്തിന് ഭാവിയൊന്നുമില്ല, അതൊക്കെ ഇവിടെ തീർന്നതാണ് എന്ന് പറയുന്നവർ നല്ലതുപോലെ ആലോചിക്കണം. ലോകത്തെവിടെയും വിമോചനം ആഗ്രഹിക്കുന്ന ആളുകൾ, മാനവികതയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ, സമത്വപൂർണമായ, നേരത്തെ NMPS പറഞ്ഞ പോലെ സമത്വപൂർണമായ ഏതാണ്ട് അന്തസ്സായ ജീവിതത്തിനുള്ള സാഹചര്യം ആഗ്രഹിക്കുന്നവർ ഇപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പമാണ്. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, അതിന് 3 പതിറ്റാണ്ട് വൈകിയ ഒരു നയരേഖയാണോ അവതരിപ്പിച്ചതെന്നുള്ളതാണ് ചോദ്യം. അത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാലാനുസൃതമായ നവീകരണമാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് CPIM കൈക്കൊണ്ട നിലപാടെന്താ? ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന മൂല്യം അത് പൊതുമേഖലയെ സംരക്ഷിക്കുകയാണ്. ആ പൊതുമേഖലയാണ് സാധാരണ ജനങ്ങൾക്ക്, അടിസ്ഥാന വർഗത്തിന് ഏറ്റവും ആശ്രയിക്കാൻ വേണ്ടി കഴിയുക. അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, പൊതുവിതരണ സമ്പ്രദായം, പൊതു മേഖല, ഇങ്ങനെ തുടങ്ങി
ആ പൊതു ഇടങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത നിലപാട്. അതുകൊണ്ടാണ് സ്വകാര്യ പോളിക്കെതിരായ സമരം വന്നത്. അതുകൊണ്ടാണ് പൊതു ഉടമസ്ഥതയിലുള്ള ഭൂമി എടുത്ത് സ്വകാര്യ ട്രസ്റ്റിന് കൊടുക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജിന് സങ്കല്പത്തിനെതിരെ അന്ന് സമരത്തിൽ വന്നത്. അത് തന്നെയാണ് നേരത്തെ ആഗോളവൽക്കരണ മൂലധന നയങ്ങൾക്കെതിരായിട്ടുള്ള സമരം വന്നത്. ഇവിടെ 2016 അധികാരത്തിൽ 95-കൾക്ക് ശേഷം ഈ ആഗോളവൽക്കരണ മൂലധന ശക്തികൾക്കെതിരായിട്ട് നിങ്ങൾ നടത്തിയ സമരവും ഇപ്പോൾ പി രാജീവിന്റെ നേതൃത്വത്തിൽ ഇൻവെസ്റ്റ് കേരള നടത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവും തമ്മിൽ എന്തായിരുന്നു വ്യത്യാസം? ഞങ്ങൾ എടുത്ത നിലപാടുകൾ ശരിയാണ് എന്ന് തെളിയുകയല്ലേ? ആസിയാൻ കരാറിനെതിരെ ഞങ്ങൾ സമരം ചെയ്തപ്പോൾ ഇവർ ഏത് കേരളത്തിലെ റബ്ബർ വില ഇൻവെസ്റ്റ് കേരളയുടെ ആശയം കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ ആഗോള മൂലധന ശക്തികൾക്കെതിരായിട്ട് നിങ്ങൾ നടത്തിയ പോരാട്ടം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ വികസനത്തെ ആ അർത്ഥത്തിൽ പിന്നോട്ടടിപ്പിച്ചു, നമുക്കൊരു ബസ് നഷ്ടപ്പെട്ടു എന്നതിനൊപ്പം എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത്? അവരെ ഇത്രയും കാലം വൈകിപ്പിച്ചതുകൊണ്ട്, നിക്ഷേപം വൈകിപ്പിച്ചതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായത്? അവിടെയാണ് നിങ്ങൾ കാണേണ്ടത് അരുൺ. ഈ ആഗോളവൽക്കരണ സ്വകാര്യവൽക്കരണ നയങ്ങളുടെ പിറകെ പോയ കേരളത്തിലെ വലതുപക്ഷം നമ്മുടെ പൊതു സംവിധാനങ്ങളെ മുഴുവൻ തകർത്തു. അതിന്റെ ഫലമുണ്ടായത് എന്താ? കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ കൊഴിഞ്ഞുപോയി. കാരണം പഴയ ബീഡി തൊഴിലാളിയുടെ, പഴയ കയർ തൊഴിലാളിയുടെ, പഴയ അടിസ്ഥാന വർഗത്തിന്റെ മക്കൾ നേരത്തെയുള്ള ഇടതുപക്ഷ ഇടപെടലുകൾ അതുണ്ടാക്കിയ ജീവിത ഗുണനിലവാരം വർദ്ധിച്ചപ്പോൾ അവരുടെ മക്കൾ മിഡിൽ ക്ലാസ് ആയിട്ട് വന്നു. ആ മിഡിൽ ക്ലാസിന്റെ മക്കൾ കേരളത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ പൊതുവിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ വിട്ടില്ല. 2011-16 കാലയളവിൽ 1300 സ്കൂളുകൾ അടച്ചുപൂട്ടാൻ UDF ഗവൺമെന്റ് തീരുമാനിച്ചതാ. കേരളത്തിൽ 2011 പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം LDF ആരംഭിച്ചു. ഒരൊറ്റ സ്കൂളും അടച്ചുപൂട്ടേണ്ടി വന്നില്ല. പൊതുവിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ തിരിച്ചു വന്നു. TTIകൾ നേരത്തെ കേരളത്തിൽ വിൽപ്പനയ്ക്ക് വെച്ചതാണ് പല സ്വകാര്യ TTIകളും. അവിടെയെല്ലാം ഇപ്പോൾ വിദ്യാർത്ഥികൾ നിറയുന്നു. പൊതുമേഖലയിൽ അധ്യാപകർ വന്നു. 2016 മുതൽ ആദ്യം പൊതുമേഖലയെ ശക്തിപ്പെടുത്തിയതിനു ശേഷം സ്വകാര്യ മൂലധന നിക്ഷേപത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ അസന്റ് കേരളയും പിന്നീട് ഇപ്പോൾ ഇൻവെസ്റ്റ് കേരളയും നടപ്പിലാക്കിയത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ നയരേഖയും അതിന്റെ തുടർച്ചയായിട്ടാണ് മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ നയരേഖയ്ക്കൊപ്പം തന്നെ നിയോ ഫാസിസത്തിന്റെ വിവാദത്തിലും വ്യക്തത വരുത്തിയിട്ടുണ്ടെന്ന് പ്രകാശ് കാരാട്ട്. എന്തായാലും 30 വർഷത്തിനു ശേഷമാണോ ഇത്തരത്തിലൊരു മാറ്റം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കൊല്ലം സമ്മേളനം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യവും ഈ വലിയ മാറ്റത്തിൻ്റെ രേഖയായിരിക്കുമോ? VPP മുസ്തഫ, ഒപ്പം തന്നെ CP ജോൺ, ശ്രീ പത്മനാഭൻ BJP, NMPS രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് നമുക്കൊപ്പം. ശ്രീ CP ജോൺ, നമുക്ക് സമയത്തിന് പരിമിതിയുണ്ട് എങ്കിൽ പോലും രണ്ട് കാര്യങ്ങൾ. ഇത് 30 വർഷം പഴക്കമുണ്ട് അല്ലെങ്കിൽ 30 വർഷം വൈകി എന്നൊരു വിമർശനത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? രണ്ടാമത്തത്, നിയോ ഫാസിസത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാണ് എന്നുള്ളത് ഇന്നിപ്പോൾ പ്രകാശ് കാരാട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഫാസിസം ഒരു അപരനെ സൃഷ്ടിച്ച് ആ അർത്ഥത്തിൽ ഹിന്ദുത്വം ഒരു നിയോ ഫാസിസ്റ്റ് ലക്ഷണമാണ് പ്രകടിപ്പിക്കുന്നത് എന്നാണ്. അങ്ങനെ നിയോ ഫാസിസ്റ്റ് ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന ഹിന്ദുത്വത്തിനെതിരെ ഇന്ത്യയിൽ ശക്തമായി പോരാടാൻ കഴിയുന്ന ഒരേ ഒരു ബദൽ അത് CPM ആണ് എന്നതാണ് ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി പാർട്ടി സമ്മേളനത്തിൻ്റെ ആദ്യ ദിനം പറഞ്ഞിരിക്കുന്നതും. ഈ രണ്ടിനെയും താങ്കൾ എങ്ങനെ കാണുന്നു CP ജോൺ? അതെ, ഞാനതാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് താങ്കൾ മറ്റൊരു വിഷയത്തിലേക്ക് സ്വാഭാവികമായിട്ട് ഞാൻ സമയമെടുത്തുകൊണ്ടാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചെറുതും വലുതുമായാലും അനാലിസിസ് എന്ന് പറയുന്നത് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ പൊളിറ്റിക്കൽ വർക്കിന് വേണ്ടിയാണ് പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ അവിടെ ആ പൊളിറ്റിക്കൽ അലയൻസ് എന്തായിരിക്കണം എന്നുള്ളതാണ് പൊളിറ്റിക്കൽ അനാലിസിസിൻ്റെ അന്വേഷണ വിഷയം. അങ്ങനെ വരുമ്പോഴാണ് മൂലധനവും അധ്വാനവുമായിട്ട് ഒരു അലയൻസ് വേണം. ഒരു അലയൻസ് മുന്നണിയാണ്. ആ മുന്നണി വരുമ്പോൾ അത് മുതലാളി കമ്പനികളുമായിട്ടുള്ള അലയൻസ് അല്ലാതെ വ്യക്തികളായിട്ട് അലയൻസ് പാടില്ല. അത് ചങ്ങാത്ത മുതലാളിത്തമാവും. അവിടെ നിന്ന് നമ്മൾ പിന്നെ കമ്മീഷനൊന്നും വാങ്ങിക്കാൻ പാടില്ല. ഇത് അംഗീകരിച്ചാൽ പോലും നമ്പർ 1. നമ്പർ 2, ഇവിടെ നവഫാസിസം വന്നു. ഫാസിസം എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2ാം ലോക മഹായുദ്ധ കാലം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുത്തിട്ടുള്ള സമീപനം ഫാസിസത്തിൻ്റെ നാമ്പെടുത്താൽ പിന്നെ ഫാസിസത്തിനെതിരായ ഐക്യമുന്നണിയാണ്. അത് നവമാവട്ടെ പഴയതാവട്ടെ. അപ്പം ഫാസിസത്തിനെതിരായ ഐക്യമുന്നണി എന്ന് പറയുന്നത് അന്നത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും അമേരിക്കൻ സാമ്രാജ്യത്വമായിട്ട് കണ്ണു ചേർന്നുകൊണ്ട് ഫാസിസത്തെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. സ്റ്റാലിൻ അതിന് വലിയ വില കൊടുത്തു. സ്റ്റാലിനെ പല കാര്യത്തിനും വിമർശിക്കാം. അപ്പം ഈ ഐക്യമുന്നണി എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നീങ്ങുമോ എന്ന ഭയമാണ് പ്രകാശ് കാരാട്ടിനും CPM ഉള്ളത്. ഇവിടെ
മൂലധനവുമായിട്ട് ഐക്യപ്പെടണമെന്ന് പറഞ്ഞാൽ അത് കമ്പനികളുമായിട്ട് ഐക്യപ്പെടലല്ല, അതൊരു പോളിസിയാണ്. ആ പോളിസിയിൽ കാര്യങ്ങൾ തുറന്നു വെക്കണം. സ്വാശ്രയ കോളേജുകൾ ഉണ്ടാവണം, സർവകലാശാല ഉണ്ടാവണം, ഇൻഡസ്ട്രി ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം. എന്നാൽ നമ്മുടെ കയ്യിൽ ചളി പറ്റരുത്. അതാണ് ഒന്നാമത്തെ അലയൻസ്. 2, BJP ഒരു നവഫാസിസ്റ്റ് ശക്തിയാണെന്ന് പറഞ്ഞാൽ ഈ നവഫാസിസ്റ്റ് ശക്തിയെ ഞാൻ ഒറ്റയ്ക്ക് തകർക്കാം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അയാൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യം. അതുകൊണ്ട് കോൺഗ്രസ് നവഫാസിസ്റ്റ് ലക്ഷണമുള്ള BJPയെ പ്രതിരോധിക്കാനുള്ള ഏക ബദൽ CPM ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട ബദൽ CPM ആണ് എന്നാണ് ഇന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു വെച്ചത് സമ്മേളനത്തിന്റെ ആദ്യ ദിവസം. ഇതിലുള്ള പ്രശ്നം CPM കേരളത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് CPMൻ്റെ മുഖ്യ ശത്രു ആരാണ്? അത് കോൺഗ്രസ് ആണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പാർലമെൻ്ററി രാഷ്ട്രീയത്തെ മുൻനിർത്തി വ്യാഖ്യാനിക്കാം. എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഇന്ന് പ്രകാശ് കാരാട്ട് നടത്തിയ ആമുഖ പ്രസംഗം അതിന് പ്രത്യേകമായിട്ട് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. മുൻകാലങ്ങളിലൊക്കെ സംസ്ഥാന സമ്മേളനത്തിലും അതേപോലെ തന്നെ പാർട്ടി കോൺഗ്രസിലുമൊക്കെ അവതരിപ്പിക്കപ്പെടുന്ന പ്രമേയങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രമേയം അല്ലെങ്കിൽ രാഷ്ട്രീയ ആശയം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഇടതുപക്ഷത്തിനും ഒരു ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാനായിട്ട് പറ്റും. അതാണ് പഴയ കാലത്തെ 3ാം മുന്നണി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുനടന്നിരുന്നതായിട്ടുള്ള സംഭവം എന്ന് പറയും. ഇന്ന് ഈ നവ ഫാസിസ്റ്റ് ശക്തികളുടെ വളർച്ചയിലും വികാസത്തിലും നിലവിലുള്ള എല്ലാവിധമായ ഭരണകൂട സംവിധാനങ്ങളെയും അട്ടിമറിക്കുന്ന കാഴ്ചപ്പാട്, ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള സമയമില്ലാത്ത എൻ്റെ വിശദീകരിക്കുന്നില്ല. ആ കാര്യങ്ങളിലൊക്കെ അവർ കാണിക്കുന്ന സമീപനം എന്ന് പറയുന്നത് ഫാസിസത്തിൻ്റെ സമീപനമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. ജോൺ പറഞ്ഞതുപോലെ ദിമിത്രോവ് മുന്നോട്ട് വെച്ച ഫാസിസത്തിനെതിരെ ഐക്യമുന്നണി എന്ന് പറയുന്ന കൺസെപ്റ്റാണ് അതിനകത്ത് ഉപയോഗിക്കപ്പെടേണ്ടത്. അതെങ്ങനെ നടപ്പിലാക്കാനായിട്ട് പറ്റും അരുൺ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നടപ്പിലാക്കാനായിട്ട് പറ്റുക? നമ്മളൊരു പ്രായോഗിക രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്ന സമയത്ത് CPMന് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? കോൺഗ്രസിനെ എതിർക്കൽ മാത്രമാണ് കേരളത്തിൽ ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ കേരളത്തിൽ അതാണ് രാഷ്ട്രീയ ബലാബലത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഇവർ പറയുന്ന പ്രത്യയശാസ്ത്ര സമീപനങ്ങളോ അതേപോലെ തന്നെ ഫാസിസ്റ്റിനെതിരായിട്ടുള്ള ഐക്യമുന്നണിയൊന്നും അവിടെ പ്രാവർത്തികമാകുന്നില്ല. അതാണ് പ്രശ്നം. ആ സമ്മർദ്ദം കൊണ്ട് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാടെടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് പാർട്ടി മാറുന്നു. പ്രധാനപ്പെട്ട രാഷ്ട്രീയ ലൈൻ ശ്രീപത്മനാഭൻ, നമുക്ക് 30 സെക്കൻഡ്സ് മാത്രമേ സമയമുള്ളൂ. 3ാമത് ഒരു ഭരണ തുടർച്ച ലക്ഷ്യമിടുന്നുണ്ട് പാർട്ടി. എത്രത്തോളം അകലെയാണ്, എത്രത്തോളം അടുത്താണ്? അല്ല, ഞാനൊരു തമാശ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ CP ജോൺ സാർ പറഞ്ഞല്ലോ 1958 അമൃത്സറിലെ പ്രത്യേക പാർട്ടി കോൺഗ്രസ്, ആ പാർട്ടി കോൺഗ്രസ്സിൽ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ആ പ്രമേയമാണ് CAA നിയമത്തിൻ്റെ അടിസ്ഥാനം. അതായത് പശ്ചിമ പാകിസ്ഥാനിലും കിഴക്കൻ പാകിസ്ഥാനിലും അഭയാർത്ഥികളായി വന്ന ഹിന്ദുക്കളെയും സിഖുകാരെയും ക്രിസ്ത്യാനികളെയും ഇവിടുത്തെ സർക്കാർ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല, അവരെ ശത്രുക്കളായി കാണുന്നു, അത് മാറ്റണം എന്ന് പ്രമേയം പാസ്സാക്കിയ പാർട്ടി ഞങ്ങൾ CAA നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്തു. ഇത് പരസ്പര വിരുദ്ധതയുടെ ഒരു സാധനമാണ്, കോൺട്രഡിക്ഷൻ. CPIയും CPMും ഒക്കെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ ഇസ് എ ബഞ്ച് ഓഫ് കോൺട്രഡിക്ഷൻസ്. അതിൽ പെട്ട് തകർന്ന് തരിപ്പണമാവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസ്സുകാരുടെ അബദ്ധം കൊണ്ടാണ് കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നത്. ഇത് കേരളത്തിലെ ഈ ഭരണം ഇതോടുകൂടി അവസാനിക്കും. പിണറായി CP ജോൺ, ഒപ്പം VPP മുസ്തഫ, ശ്രീ NMPSN ചർച്ചയിൽ ചേർന്നത്. Debate with Dr. Arun Kumar.